ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം എന്താണ് വീഡിയോ എന്നൊക്കെ ഞാൻ പറയാം നിങ്ങളോട്. അപ്പം നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസ് ആണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണണേ. അപ്പോൾ വീഡിയോ തുടങ്ങാൻ നമുക്ക് വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയൊരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ഒരുപാട് മുഖത്തൊക്കെ ഇട്ടിട്ട് അതുമല്ല മുഖത്തിന് പണി കിട്ടി. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ അതാണ്. ഓൺ വോയിസ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്. എനിക്ക് സംസാരിക്കാനൊന്നും വയ്യ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയറിൽ ഞാൻ തന്നെ മേടിച്ച് ഹെയർ കളർ ചെയ്യാൻ നോക്കിയതാണ്. ഹെയർ കളർ ചെയ്യാൻ നോക്കിയിട്ട് ഹെയർ കളറും ആയില്ല. അത് മേടിച്ച് കഴിഞ്ഞിട്ട് തന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും എൻ്റെ ഹെയറിലൊക്കെ ഭയങ്കരമായിട്ട് ചൊറിയാൻ തുടങ്ങി. അത് മാത്രമല്ല നമ്മുടെ തലയില് ഹെയറിൻ്റെ അവിടെയെല്ലാം എനിക്ക് തൊലി എൻ്റെ പോകാൻ തുടങ്ങി തലയില്. തൊലി പോയി എനിക്ക് നീറ്റല് വന്നു. ഞാൻ കിടക്കുന്ന ബെഡിലെല്ലാം തലേന്നുള്ള ആ തൊലി പോലുള്ള ബ്ലഡ് വന്നു കിടക്കുന്നിടത്തൊക്കെ. പിന്നെ എൻ്റെ പുറത്തും കഷത്തും എൻ്റെ പെടലിയിലും എൻ്റെ പുറത്ത് ബാക്ക് സൈഡിലും പിന്നെ എൻ്റെ ഫേസിലും എല്ലാം ചെറിയ ചെറിയ കുരുക്കൾ പോലെ വന്നു. അങ്ങനെ ആ കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര വേദനയാണ്. വേദന എനിക്ക് സഹിക്കാൻ വയ്യ ഇനി 3-4 ദിവസം. അതുപോലെ ഞാൻ വേദന സഹിച്ചു ആ കുരു കാരണം. അങ്ങനെ ഞാൻ വിചാരിച്ചത് ഇപ്പൊ ചൂട് കാലമാകുമ്പോൾ എനിക്ക് വെതർ വരും അതാന്നാ വിചാരിച്ചത്. പക്ഷെ അതല്ലായിരുന്നു. ഈ ചൂട് തന്നെയാണ്, പക്ഷെ ഈ സാധനം ഇട്ട എൻ്റെ പിറ്റേ ദിവസമാണ് എനിക്കിത് വന്നത്. നിങ്ങൾ നോക്ക്, എൻ്റെ ഹെയറിനകത്തൊരു കളർ പോലും. ഞാൻ ബർഗണ്ടി കളറാണ് മേടിച്ചത്. ബർഗണ്ടി യൂസ് ചെയ്ത് നിങ്ങൾക്കറിയാലോ, നല്ല കളറായിരിക്കും ആ കളറിന്. പക്ഷെ എൻ്റെ മുഖത്ത് അതിൻ്റെ ഭയങ്കര എഫക്റ്റ് ഉണ്ട് അതിൻ്റെ ഫേസിലാണ്. ഒന്ന് ഞാൻ ഫേസ് ക്ലിയർ ചെയ്തുകൊണ്ട് വരുമായിരുന്നു. ഞാൻ വീഡിയോയിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റേതായ രീതിയിൽ ഞാനത് ചെയ്തുകൊണ്ട് വന്നപ്പോഴാണ് ഈ പണി കിട്ടിയത്. അപ്പോൾ ഇനി സ്വന്തമായിട്ട് കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ മേടിക്കുന്ന സാധനത്തിൻ്റെ ലിസ്റ്റ് പാക്കറ്റിലൊന്ന് നോക്കുക. പക്ഷെ ഞാൻ മേടിച്ച പാക്കറ്റ് എക്സ്പയറി ഡേറ്റ് ഒന്നും ഇല്ല, ഉണ്ടായിരുന്നു. പക്ഷേ കഴിയാറായിട്ടൊന്നും ഇല്ലായിരുന്നു. പുതിയ പാക്കറ്റൊക്കെ ആയിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ മേടിച്ച പാക്കറ്റിന് ഭയങ്കരമായിട്ട് എനിക്കത് എഫക്റ്റ് ചെയ്തു ഇത് പുരട്ടിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം വെക്കാൻ എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. തലയൊന്നും ഈരാൻ പോലും എനിക്ക് വയ്യ. തലയൊക്കെ ഭയങ്കരമായിട്ട് മുറിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അത് കാരണം എനിക്കതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണിപ്പം. പിന്നെ ഞാൻ മുഖത്ത് ഒരുപാട് ദിവസമായി എന്തെങ്കിലുമൊക്കെ ഒന്ന് പുരട്ടും. മോയ്സ്ചറൈസർ പോലും എനിക്ക് പുരട്ടാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അതുപോലെ വേദനയാണ് ആ കുരുവിന് എനിക്ക്. അപ്പം ഞാൻ ഇന്നൊന്ന് ചെറുതായിട്ടൊന്ന് ഇന്ന് മാറിക്കിട്ടിയപ്പം ഞാൻ ഓർത്തൊരു പായ്ക്കിടാം. ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഭയങ്കരമായിട്ട് മുക്കി വരാൻ തുടങ്ങി. അപ്പോൾ ഒന്നിടാമെന്ന് വിചാരിച്ചു. മറ്റേ നമ്മുടെ മുട്ടയുടെ വെള്ളയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ഇതുണ്ടാക്കത്തില്ലേ, അത് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അത് ചെയ്യുവാണ്. കുറേ ദിവസമായി കാരണം മുഖമൊക്കെ കരുവാളിച്ച് വല്ലാത്ത രീതിയിൽ ഇരിക്കുകയാണ്. എനിക്കിപ്പോൾ അത് ഒട്ടിച്ച് ഒരു നീറ്റിൽ വന്നതാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഗൈസ്. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞ പോലെ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നോക്കിയിട്ട് മാത്രം മേടിക്കുക. പെട്ടെന്ന് എടുത്ത് മൊത്തം എടുത്തും പുരട്ടി കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം പണി കിട്ടരുത്. അത്രേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചെയ്യുമെന്നറിയാം. എന്നാലും എനിക്ക് പറ്റിയടുത്ത് ആർക്കും വരരുത്. പക്ഷെ പാക്കറ്റിനകത്ത് എക്സ്പയറി ഡേറ്റ് ഒക്കെ കറക്റ്റായിരുന്നു. ഞാൻ മേടിച്ച സാധനത്തിൻ്റെ ഡേറ്റും കുഴപ്പമില്ലായിരുന്നു. അന്നും എന്നാ പാക്ക് ചെയ്തത് അതൊക്കെ നോക്കിയാണ് മേടിച്ചത്. പക്ഷെ എന്താണ് ആ പൊടിക്ക് പറ്റിയത് എനിക്കറിയില്ല ഗൈസ്. അതിനെന്താ മിക്സിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ ആ കടയിൽ നിന്ന് മേടിച്ചെടുത്ത് പോയി പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല. അവർ സാധനം എടുത്ത് വെക്കുന്നതല്ലേ. നല്ല പ്രോഡക്റ്റ് നമ്മൾ നോക്കി മേടിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതെൻ്റെ ഭാഗത്തെ തെറ്റ്. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ. ഇതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെയും കൂടെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഫേസിൽ ഇങ്ങനെ ഒരു സംഭവം വന്ന കാരണം ഭയങ്കരമായിട്ട് ആ ചെറിയ ഞൊണൽ വന്നതിൻ്റെ പാടിപ്പോൾ പിന്നെയും എൻ്റെ ഫേസ് വരാൻ തുടങ്ങി. അത് മാറാൻ എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്കറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഒന്ന് മാറ്റി കിട്ടാൻ കുറേയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് മാറ്റിയതായിരുന്നു. പക്ഷെ പിന്നെയും വന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയയില്ല. ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഒരുപാടായിപ്പോയി ഫേസിൽ. 3-4 ദിവസമൊക്കെ ചെയ്യാതിരുന്നു. ഒരു മോയ്സ്ചറൈസർ പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. ദാ ഇപ്പം ഫേസിലൊന്ന് ഇട്ടിട്ട് പോലും ഒരു ഗ്ലോയോ ഒന്നും കിട്ടുന്നില്ല. ദേ നിങ്ങൾക്ക് ഇരുട്ട് വരുമ്പോൾ മനസ്സിലാവും. ഞാൻ വേണേൽ സൈഡിൽ ഫോട്ടോ കൊടുത്തേക്കാം. വേണമെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് കാണിക്കണ്ട മുഖത്തെയും പെടലിയിലെയും ബാക്കിലെയൊക്കെ എഫക്റ്റ് ഇത് ചെയ്യാനാ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് പോയിട്ട്